ആട് ഒരു ഭീകര ജീവിയാണ് എന്ന സിനിമ 2015 ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത് ഒരു തിയേറ്റർ പരാജയമായ ചിത്രമാണ്. എന്നാൽ ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ഇതൊരു കൾട്ട് മൂവിയായി മാറി അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് മിഥുൻ മാനുവൽ തോമസും ഷാജി പാപ്പനും കൂട്ടരും എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആട് ഒരു ഭീകര ജീവിയാണ് എന്ന സിനിമ 2015 ഒരു തിയേറ്റർ പരാജയം അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായെങ്കിലും അതിന്റെ CD ഇറങ്ങിയപ്പോൾ ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും അതിലെ ഓരോ ക്യാരക്ടേഴ്സും ഷാജി പാപ്പനും ഓരോ ക്യാരക്ടേഴ്സും ഈ ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഊർജ്ജത്തിലാണ് ആട് 2 എന്ന സിനിമ ഇറങ്ങിയത്. ആ സിനിമ ഒരു തിയേറ്റർ ഹിറ്റായിരുന്നു. വളരെയധികം മികച്ച പ്രതികരണമാണ് ആട് 2 എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിത് ആട് 3 എന്ന സിനിമ ഈ വേനൽ അവധിക്കാലത്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് ആവാനിരിക്കുമ്പോൾ ഒരു വലിയ ക്യാൻവാസിൽ ഒരു ബിഗ് ബജറ്റ് സിനിമയായിട്ടാണ് മിഥുൻ മാനുവൽ തോമസ് ആട് 3 ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫാന്റസി കോമഡി, പഴയ ഷാജി പാപ്പനും പിള്ളേരും തന്നെയാണെങ്കിലും അവരുടെ ഒരു ഫാന്റസി കോമഡി ചിത്രമായിട്ടാണ്. ഇതിലേക്ക് അവരുടെ ഭൂതകാലവും എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ സിനിമയാണ് ആട് 3 എന്ന സിനിമയിലൂടെ പ്രേക്ഷകരെല്ലാവരും 100% പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ഓരോ ക്യാരക്ടർ പോസ്റ്ററുകളും എല്ലാം റിവീൽ ചെയ്യപ്പെടുമ്പോൾ വളരെ വ്യത്യസ്തമായി, ശരിക്കും പറഞ്ഞാൽ ആ ഷാജി പാപ്പനെയും കൂട്ടുകാരെയും നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഡ്യൂഡ് എങ്ങനെയാണെന്നറിയാം, ഷാജി പാപ്പൻ എങ്ങനെയാണെന്നറിയാം, സർബത്ത് ഷമീർ എങ്ങനെയാണെന്നറിയാം. എല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സും, അറക്കലബും എല്ലാവരെയും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിൽ നിന്നും 100% വ്യത്യസ്തമായി പുതിയ വളരെ ദൃശ്യ മികവോടുകൂടി വളരെയധികം വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ആട് 3 ഇവരെല്ലാവരും വരുന്നത് എന്ന് കാണുമ്പോൾ തന്നെ ഈ സിനിമയുടെ റേഞ്ച് എത്ര ലെവലിലേക്കാണ് മിഥുൻ മാനുവൽ തോമസ് ഉയർത്തിയിരിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ വേനൽ അവധിക്കാലത്ത് ഒരു കംപ്ലീറ്റ് പാക്കേജാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി നമ്മുടെ മുൻപിൽ ഒരുക്കിയിട്ടുള്ളത് എന്നതിൽ ഒരു സംശയമില്ല. അതിൽ ക്ലാസിക് ക്രിമിനൽ ആയാലും പാട്രിയോട്ട് ആയാലും ആട് 3 ആയാലും വാഴ ആയാലും ഒത്തിരി സിനിമകളാണ് ഈ വേനൽ അവധിക്കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രി ഒരുക്കിയിരിക്കുന്നത്. അതിൽ ആട് 3 വളരെ വ്യത്യസ്തമാവട്ടെ, ഒരു വൻ വിജയം തന്നെ ഷാജി പാപ്പനും കൂട്ടുകാർക്കും മൂന്നാം വരവിലും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.